ഞാൻ സെയ്തു. അല്ലെങ്കിൽ വേണ്ട, ഒരു ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എൻ്റെ പുറയിലത്തെ ഒരു സംഭവം നോക്കിയേ. നമ്മളിപ്പോൾ ഇത് എവിടെയാണ്? മാൽഡീവ്സിലാണോ അതോ ഒരു ബീച്ച് റിസോർട്ടിലാണോ എന്നൊക്കെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ സംശയം ഉണ്ടാവും. എന്നത് മറ്റെവിടെയല്ല, നമ്മുടെ വയനാട് കാരാപ്പുഴ ഡാമിൻ്റെ അടുത്തുള്ള ഒരു പ്രീമിയം ലക്ഷറി റിസോർട്ടിലാണുള്ളത്, ലൈക്ക് റോസ് റിസോർട്ട്. ഇവിടുത്തെ പ്രത്യേകത ഉണ്ടല്ലോ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്വിമ്മിങ് പൂള് ഫൻറ്റാസ്റ്റിക് വ്യൂ ആണ്. റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും ചൂസ് ചെയ്യുക ഒരു ട്രിപ്പ് തന്നെയാണ്. അത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക്, നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റിസോർട്ട് നമുക്ക് ചൂസ് ചെയ്യാം. അതൊരു ലക്ഷറി റിസോർട്ട്. ശരി, നമ്മളിങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയൊക്കെ കണ്ടുമടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനിന്നൊരു പ്രീമിയം ലക്ഷറി റിസോർട്ട്സിൻ്റെ വിശേഷങ്ങളുമായിട്ട് എഗെയിൻ എത്തിയിരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബഡ്ജറ്റ് ട്രാവൽ ആൻഡ് ഫുഡ് ബൈ സെയ്തു. രണ്ടാം തവണയാണ് ലൈക്ക് റോസിൽ വിസിറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വന്നിട്ടുണ്ട്, പക്ഷേ അന്ന് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ലൈക്ക് റോസിൽ സ്റ്റേ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് നല്ല ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് ഇത്. കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേയിങ് ഏരിയ, സൈക്ലിങ്, ഒരു 6 കാറ്റഗറിയിലായിട്ട് ഇവിടെ പല ടൈപ്പ് ഓഫ് റൂംസുകൾ വരുന്നുണ്ട്. 9500 മുതലാണ് ഇവിടുത്തെ പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നത്. ജക്കുസി, പൂൾ വില്ല, പ്രീമിയം കോട്ടേജസ്, സ്റ്റാൻഡേർഡ് കോട്ടേജസ്, ഏരിയൽ ലേക്ക് വ്യൂ, അങ്ങനെ പല ടൈപ്പ് ഓഫ് കാറ്റഗറി ആയിട്ടുള്ള കോട്ടേജസുകളും ഒക്കെ ഇവിടെ ഉണ്ട്. ഹണിമൂണൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ നല്ല കിഡിലൻ പ്രൈവറ്റ് പൂൾ വില്ല ഈ പ്രോപ്പർട്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കൂടുതൽ ഈ റിസോർട്ടിനെ കുറിച്ച് അറിയാനൊക്കെ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരിക്കും എന്നെ പോലെ തന്നെ. അപ്പോൾ നമുക്കിനി ഈ ലൈക്ക് റോസ് റിസോർട്ട്സ് നമുക്ക് ടോട്ടലി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഒരു ജക്കുസിയിലാണ് ഉള്ളത് കേട്ടോ. ജക്കുസി റൂംസാണിത്. നമുക്ക് കപ്പിൾസിനൊക്കെ ഹണിമൂണൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി ജക്കുസി റൂംസാണ്. സോ ഇവിടെ ഒരു കപ്പിൾസ് ഇങ്ങനെ ഓൺ ദ വേ ആണ് റൂം അവർക്ക് വേണ്ടി ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അടിപൊളിയായിട്ട് തന്നെ അത് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര എഫേർട്ട് എടുത്ത് ഭയങ്കര കഷ്ടപ്പെട്ട് എത്രത്തോളം മനോഹരമാക്കിയാൽ പറ്റും അത്രത്തോളം മനോഹരമാക്കിയിട്ട്, എനിക്ക് തോന്നുന്നു അവരുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് തോന്നുന്നു, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഇവിടുത്തെ ഒരു ജക്കുസി വരുന്നത് കേട്ടോ. കണ്ടല്ലോ, ഇങ്ങനെ ഓപ്പൺ ജക്കുസിയാണ്. പിന്നെ ഇതിൻ്റെ ബാൽക്കണി നോക്കിയേ ഗായ്സ്, എന്തൊരു സൂപ്പറാണ് അല്ലേ, അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല, നോ വേർഡ്സ്, അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈക്ക് റോസ് റിസോർട്ടിലെ ജക്കൂസിയാണ്. നിങ്ങൾ കപ്പിൾസിനൊക്കെ ഹണിമൂണൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന കിടുക്കാച്ച് ജക്കൂസിയാണ്. പിന്നെ ഇവിടെ ഒരു പൂൾ വില്ല ഉണ്ട്, പൂൾ വില്ല നമുക്ക് കാണാം. അപ്പോൾ ഇത് വളരെ ഇങ്ങനെ ഓപ്പൺ ടെറസിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാൽക്കണിയിൽ തന്നെയാണ് ജക്കൂസി സെറ്റ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയാട്ടോ, സൂപ്പറാണ്. ഇവിടുന്ന് ആ പൂളിൻ്റെ വ്യൂ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. നോക്കിയേ, താഴത്താണ് പൂള് സെറ്റ് ചെയ്തിട്ടുള്ളത്. കോമൺ പൂളാണ് നമ്മൾ താഴെ കാണുന്നത്. ഇൻഫിനിറ്റി വ്യൂവിൽ അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ തന്നെയാണ് അതിന്. അയ്യോ, ഗായ്സ്, അപ്പോൾ നമ്മളിവിടെ ലൈക്ക് റോസ് റിസോർട്ടിൻ്റെ ആ ഒരു ഇൻഫിനിറ്റി പൂളിലാണ് കേട്ടോ. രാത്രിയിലൊരു വൈബാണ്, ഒരു രക്ഷയില്ല, അടിപൊളി, സൂപ്പർ സൂപ്പർ. അതായത് വലിയ പൂള് തന്നെയാണ്. ഇതിൻ്റെ ഒരു എന്താ പറയുക, വ്യൂ ആണ് ഞാൻ എഗൈൻ എടുത്തെടുത്ത് പറയാനുള്ള കാരണം. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണോ. പിന്നെ ഭയങ്കര നീറ്റാട്ടോ ഇവരുടെ ഒരു പ്രോപ്പർട്ടി. നമ്മൾ ഏതൊരു ബുക്കും മൂലയും അരിച്ചു പെറുക്കി കഴിഞ്ഞാലും ഒരു ചെറിയ പേപ്പറിൻ്റെ തുണ്ട് പോലും കിട്ടത്തില്ല. അത്രയും ഹൈജീനിക്കായിട്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇവർ ആ ഒരു ഏരിയയും എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര ഹൈജീനിക്കായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ലേക്ക് റോസിൻ്റെ പൂള് എക്സ്പീരിയൻസ് ചെയ്തു ഗായ്സ്. ഒരു രക്ഷയിൽ അടിപൊളിയാണ്. പൂൾ ടൈം വരുന്നത് 8 o'clock ഇവർ പൂള് ക്ലോസ് ചെയ്യും. 8 മണിൻ്റെ ഉള്ളിൽ നമുക്ക്
ചെക്ക് ഇൻ ടൈം ഇവിടെ 2 മണിക്കാണ്. 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ രാത്രി 8 മണി വരെ സമയമുണ്ട് നിങ്ങൾക്ക് ഈ കോമൺ പൂളിൽ. പിന്നെ മോർണിംഗിൽ നമുക്ക് പൂള് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ താമസിക്കാൻ പോകുന്ന ഇവിടുത്തെ ഒരു ഏരിയൽ ലേക്ക് വ്യൂ എന്നുള്ള ഒരു കാറ്റഗറി റൂംസ് ആണിത്. ഇവിടുത്തെ ഒരു സെക്കൻഡ് കാറ്റഗറിയാണ്. 9500 മുതലാണ് ഇവിടെ റേറ്റ് സ്റ്റാർട്ടിങ് കേട്ടോ. ഇത് അതിന് മുകളിലുള്ള ഒരു കാറ്റഗറിയാണ്. ഇത് നല്ല അടിപൊളി ലക്ഷറി റൂംസ് ആണ്. പിന്നെ കണ്ടല്ലോ വലിയ റൂംസ് തന്നെയാണ്. ഇതൊരു ഫാമിലി ഫ്രണ്ട്ലി ആണ് ഈ റൂം. AC TV, പിന്നെ ഇവര് ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അയവ റോസാപ്പൂക്ക് വെച്ചിട്ടുള്ള ഷിനു. അപ്പൊ ഇതാണ് നമ്മുടെ ബെഡ്റൂംസ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ആപ്പിൾ, ഓറഞ്ച്, ബിസ്ക്കറ്റ്, ബനാന ഇത്രയും ഐറ്റംസ് നമുക്ക് ഇങ്ങനെ കഴിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഗായ്സ് നമ്മുടെ റൂമിനകത്തെ ബാത്റൂം. ഇവിടെ ഇവര് പ്രൊവൈഡ് ചെയ്യുന്ന ആ റൂമിനകത്ത് തരുന്ന കോംപ്ലിമെന്ററീസ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. ലോഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് കണ്ടീഷണർ ഉണ്ട്, പിന്നെ ഷാംപൂസ് ഉണ്ട്, ബോഡി വാഷ് ഉണ്ട്. ഇത്രയും സംഭവങ്ങളുണ്ട് ഇവിടെ കണ്ടോ. എല്ലാം ഡെന്റൽ കിറ്റ്, സോപ്സ് എല്ലാം ഉണ്ട് കേട്ടോ. ഒക്കെ വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സോപ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും സംഭവങ്ങൾ ബാത്റൂമിനകത്ത്. ഇപ്പൊ നമുക്ക് ഇവിടെ ഹീറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടല്ലോ ഹീറ്റർ ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഗ്ലാസ് ഡോർ ആണ് ബാത്റൂമിനകത്ത്. കണ്ടല്ലോ ഓക്കെ. രസമുണ്ടല്ലേ ഇത്. ഈ ലൈറ്റിങ് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. മിറർ നമുക്ക് നന്നായിട്ട് ഇപ്പം മിറർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ലൈറ്റിങ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ഞങ്ങളുടെ ഒരു ബെഡ്റൂം ഗായ്സ്. കണ്ടല്ലോ. അപ്പോൾ നമ്മളെ ബെഡ്റൂമിനെ ചെറിയ രീതിയിൽ അലങ്കോലമാവാണ് കിടക്കുക. എഴുതാനത് അലങ്കോലമാക്കിയിട്ടുണ്ട്. ഞാൻ വെറുതെ ചുമ്മാ ഒരു രസത്തിന് ഈ റോസാപ്പൂവൊക്കെ ഇങ്ങനെ 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 വാരി ഇടുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇയാൾക്ക് എന്താ ഭ്രാന്താണോ എന്ന്? ഭ്രാന്തല്ല ഗായ്സ്, നോർമലിയാണ്. അപ്പൊ നമ്മളെ റൂമിന്റെ ബാൽക്കണി ഞാനൊന്ന് കാണിച്ചു തരാം. കമോൺ. ഇതാണ് കേട്ടോ നമ്മുടെ റൂമിന്റെ ഒരു ബാൽക്കണി വ്യൂ എന്ന് പറയുന്ന രാത്രിയിലെ ഒരു വ്യൂ ആണ്. കണ്ടല്ലോ ആ ഡാമൊക്കെ ഇങ്ങനെ ഭയങ്കര നിശ്ചലമായിട്ടുണ്ട്. പൂളിന്റെ വ്യൂ ഉണ്ട് ഗായ്സ്, അടിപൊളിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 7:30 ആകുമ്പോഴത്തേക്കും ട്രൈബൽസിന്റെ ഒരു കിഡിലൻ പ്രോഗ്രാം ഉണ്ട്. വീക്കെൻഡുകളൊക്കെ റിസോർട്ടിന്റെ സൈഡിൽ നിന്ന് അവർ പ്രൊമോട്ട് ചെയ്ത് അവർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോഗ്രാം ഒക്കെ കാണാം. വീക്കെൻഡ് ഇപ്പം ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് ആ ഒരു പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് കാണാം. എന്തായാലും ബാൽക്കണി വ്യൂ നല്ല അടിപൊളിയാട്ടോ. അപ്പോൾ നമ്മളിത് റൂമിൽ വന്ന് നമ്മൾ പൂളിലിറങ്ങി. നമുക്കിനി ഇവിടുത്തെ കുറച്ചും കൂടെ കാറ്റഗറി റൂംസ് ഒക്കെ ഉണ്ട്. ഇവിടെ പൂൾ വില്ല ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കാറ്റഗറി റൂംസ് ഒക്കെ ഉണ്ട്. പിന്നെ സൈക്ലിംഗ് ഉണ്ട്, കുട്ടികൾക്കുള്ള ചെറിയ പ്ലേയിങ് ഏരിയ, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ ഇവിടെ സ്പാ ഉണ്ട്, ജിമ്മുണ്ട്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ശരിക്കും വയനാട്ടിലെ നല്ലൊരു പ്രീമിയം സ്റ്റാൻഡേർഡ് പ്രോപ്പർട്ടിയാണ് ഈ ഒരു ലേക്ക് റോസ്. ഫാമിലി ഫ്രണ്ട്ലി ആണ്. ഇവിടെ ബാച്ചിലേഴ്സിന് അലൗഡ് അല്ല. ഫാമിലി കപ്പിൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ലക്ഷറി പ്രീമിയം റിസോർട്ട്സ് ആണ് ലേക്ക് റോസ്. തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് തന്നെ വരിക. നിങ്ങൾ റിലാക്സ് ചെയ്യുക, എൻജോയ് ചെയ്യുക. ഓക്കെ, അപ്പം ഞങ്ങളൊന്ന് റിലാക്സ് ചെയ്യട്ടെ, എൻജോയ് ചെയ്യട്ടെ. എവിടുന്ന് വന്ന ചോയികളാണ് തെയ്ത, എവിടുന്ന് വന്ന ചോയികളാണ് തെയ്ത, തിരുന്താരെ തിരുന്താരെ തന്നപ്പന്താരെ. നേരം പോല ചാതി നേരക്കിട, കാലം പോല ചാതി കാലം. അത്തരുതോ ഇത്തരുതോ നീ ചിന്തിച്ചോര കുടിക്കരുതോ, അത്തരുതോ ഇത്തരുതോ നീ ചിന്തിച്ചോര. കരിങ്കല്ല് തിരി തെളിച്ചാട് കറുത്തവളാട്, കടക്കണ്ണിൻ കതിരൊളിയാട്, കൊതി തീരെ കാളിയൊന്നാട്, കാണട്ടെ മുടിയാട്ടോ. കളിക്കണത് തെളി വെള്ളത്തിലോടി കളിക്കണ വെള്ളിപ്പരാലിന്റെ തേരോട്ടം.
നമ്മളിപ്പോൾ ഒരു കപ്പിൾസൊക്കെ ആയിട്ട് വരികയാണ്, നിങ്ങൾക്ക് ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ, അതും നമ്മുടെ ഈ ഒരു ഇൻഫിനിറ്റി പൂൾ സൈഡിൽ നമുക്ക് ആ ലേക്കിൻ്റെ വരുന്ന മനോഹരമായിട്ടുള്ള കാറ്റൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ലൈറ്റിങ്ങോട് കൂടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ഇത് എക്സ്ട്രാ ചാർജബിൾ ആണ്. അപ്പോൾ നമുക്കൊരു വെഡ്ഡിങ് ആനിവേഴ്സറി, ഒരു ഹണിമൂൺ സെലിബ്രേഷനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് തരും. ഇപ്പോൾ ഇതിൽ ഫുഡും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഒരു കപ്പിൾസിന് വേണ്ടിയിട്ട് ഇവരിവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മളിപ്പോൾ ലൈക്ക് റോസിലെ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഇവിടെ നല്ല അടിപൊളി ഒരു ഹെവി മൾട്ടി കാസിൻ്റെ റെസ്റ്റോറൻറ്റാണ്. മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി എണീക്കാനായിട്ട്. ഇപ്പോൾ നമുക്കിവിടെ സൈക്ലിങ്ങും അതുപോലെ ജിമ്മ്, സ്പായൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞാൻ കാണിക്കാം. നമ്മളെ ഡൈനിങ്ങിനോട് ചേർന്നിട്ട് തന്നെ ഇവരുടെ ആ ഒരു പൂൾ സൈഡിൻ്റെ ആ ഒരു ബാൽക്കണി വ്യൂ ഉണ്ടല്ലോ, കിഡിലനാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടല്ലോ, ബാൽക്കണി വ്യൂ ഉണ്ടല്ലോ, അടിപൊളിയാട്ടോ. അപ്പം നമുക്കിവിടെ ഇവർ ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ബൊഫെ ആയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒത്തിരി ഐറ്റംസ് ഉണ്ട്. കട്ട് ഫ്രൂട്ട്സ്, ഇഡ്ഡലി, ദോശ, ഭട്ടൂര, വെജിറ്റബിൾസ് കറി, പിന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷ് തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത്രയും ഗൈസ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഇവിടെ നല്ല കേരള സ്റ്റൈൽ ഇഡ്ഡലി ഉണ്ട്, കുഞ്ഞ് തട്ടുദോശ ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ്, ഞാൻ ടീ എടുത്തിട്ടുള്ളത്, പിന്നെ കുറച്ചിങ്ങനെ ഐറ്റംസ്. ഡ്രിങ്ക്സ് ഉണ്ട് കേട്ടോ. ഡ്രിങ്ക്സ് ഒരു 3-4 ഐറ്റം ഡ്രിങ്ക്സ് വരുന്നുണ്ട് ഇവരുടെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് തുടങ്ങും. നല്ലൊരു ഫ്രഷ് ജ്യൂസ് കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അയ്യോ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓൾമോസ്റ്റ് നല്ല ഒരു കേരള സ്റ്റൈൽസിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു ഡിന്നർ. ഫ്രൈഡ് റൈസ്, നൂഡിൽസൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ഞങ്ങൾ എക്സ്ട്രാ ഓർഡർ ചെയ്ത് കഴിച്ചതായിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റി വൈസും അടിപൊളിയാണ് കേട്ടോ. തന്നെ നല്ല സർവീസാണ് ഇവരുടെ, നല്ല ഹോസ്പിറ്റാലിറ്റി, ഭയങ്കര ഹൈജീനിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്രീമിയം പ്രോപ്പർട്ടി എന്ന് തന്നെ വേണം ഈ റിസോർട്ടിനെ വിശേഷിപ്പിക്കാനായിട്ട്. അത്രയും നല്ല ഹൈജീനിക്കാണ് ഇവിടെ. ഓരോ മുക്കും മൂലയും നമ്മൾ പെറുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര നീറ്റായിട്ടാണ് അതവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. റെസ്റ്റോറൻ്റൊക്കെ ഭയങ്കര ഹെവിയാണ്, അത്യാവശ്യം നല്ല ഡൈനിങ് സ്പേസ് ഉള്ള റെസ്റ്റോറൻ്റാണ്. നമുക്ക് ഇനി കഴിക്കാം. ഞാൻ കഴിച്ചിട്ട് കാണാം. ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിനോട് ചേർന്നിട്ടാണ് ഇവരുടെ കുറച്ച് ഇൻഡോർ ഗെയിംസ് ഉണ്ട്. നിങ്ങൾ ബോറടി ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വരിക. ഇതൊരു സെപ്പറേറ്റ് ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ്. ഇവിടെ നമുക്ക് ചെസ്സും അതുപോലെ ക്യാരംസ്, കൊച്ചുകുട്ടികളുടെ ലുഡോ ഒക്കെ ഉണ്ട്, പിള്ളേരൊക്കെ കളിക്കാനായിട്ടുള്ള കോണിപ്പരിപാടി, പാമ്പും കോണി ഉണ്ട്. പിന്നെ ഇവിടെ ചെസ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഇവിടെ ടേബിൾ ടെന്നീസ് ഉണ്ട് കേട്ടോ. നമുക്ക് ടേബിൾ ടെന്നീസ് കളിക്കാം. ബോൾ എടുത്ത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബോളില്ല അല്ലേ, കുഴപ്പമില്ല. അപ്പോൾ ഇത് കുറച്ച് ഇൻഡോർ ഗെയിംസുകൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഏരിയയാണ്. നിങ്ങൾ ബോറടി ഒരിക്കലും ഈ റിസോർട്ടിൽ ഫീൽ ചെയ്യില്ല. എന്നാലും നമുക്കൊന്ന് ചെറുതായിട്ടൊക്കെ ഒരു ചേഞ്ചസ് വേണ്ട എൻ്റർടൈൻമെൻറ്റിന്. പിന്നെ ഇന്നലെ രാത്രിയിൽ ഇവിടെ നമ്മളെ നല്ല അടിപൊളി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ നൈറ്റിൽ ഇവിടെ ഒരു ഉണർവ് എന്ന ഒരു ടീംസിൻ്റെ ഒരു നാടൻ കലാരൂപം ശരിക്കും ഞങ്ങളെ ത്രില്ലടിപ്പിച്ചു. ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് കാണുന്നത് കേട്ടോ. അടിപൊളിയാണ്. നമ്മൾ നമ്മൾ ഒരുപാട് ടി വിയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, സിനിമകളിലും അങ്ങനെയൊക്കെയാണ് ഈ ഒരു കലാരൂപം നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അത് ഇവിടെ ശരിക്കും നമ്മുടെ മുന്നിൽ അവർ അവതരിപ്പിച്ചപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അത് ഉണർവ് എന്ന ടീമാണ് അത് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ ഈ റിസോർട്ട്സിൽ വീക്കെൻഡുകളിലൊക്കെ റിസോർട്ടിൻ്റെ സൈഡിൽ നിന്ന് അവർ
പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എൻ്റർടൈൻമെൻ്റ് ആണത്. പിന്നെ ക്യാമ്പ് ഫയറും ഒക്കെ ആയിട്ട്, പിന്നെ നിങ്ങൾക്ക് വല്ല ക്യാൻറ്റീനിലെ ഡിന്നറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സ്പെഷ്യലായിട്ട് അവർ അറേഞ്ച് ചെയ്തും ഫ്ലവർ ബെഡ് ഹണിമൂണൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വരുന്ന കപ്പിൾസിനായിട്ട് അതൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നമ്മൾ ഇന്നലെ രാത്രി പൂളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പൂൾ എക്സ്പീരിയൻസ് പിന്നെ പറയേണ്ടതില്ലല്ലോ, കിഡിലൻ വ്യൂവിൽ ഇൻഫിനിറ്റി പൂള്, അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഡിന്നർ ആയാലും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും നല്ല ക്വാളിറ്റി ഫുഡ്, നല്ല അടിപൊളി സർവീസും, ഭയങ്കര ഹൈജീനിക്കാണ് ഇവിടെ, ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നിന്നുകൊണ്ട് ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടായിട്ട് തന്നെയാണ് എനിക്ക് ലൈക്ക് റോസ് റിസോർട്ടിനെ നിങ്ങളിലേക്ക് വിശേഷിപ്പിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇവിടെ കുറച്ച് സൈക്ലിങ്, ജിമ്മ്, സ്പായൊക്കെ ഉണ്ട്. ഓൾറെഡി മുന്നത്തെ വ്ളോഗിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെട്ടാലോ. അപ്പോൾ ഇതൊരു ഓപ്പൺ ജിമ്മാണ്, നമുക്ക് റിലാക്സ് ചെയ്യാനും ഒക്കെ പറ്റും. പക്ഷേ ഞങ്ങളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ ജിമ്മിലോട്ട് ഇറങ്ങിയത്. ഇവിടെ അത്യാവശ്യം നല്ല മിഷനറീസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ നമുക്ക് പൂൾ വില്ല കാണണ്ടേ. പൂൾ വില്ല ഇവിടുത്തെ ഒരു ഏറ്റവും ടോപ്പ് കാറ്റഗറിയാണ്. ഏകദേശം 27,000 ആണ് ഈ ഒരു പൂൾ വില്ലേൻ്റെ പ്രൈസ് വരുന്നത്. കപ്പിൾ ഫ്രണ്ട്ലി ആണ്, ഹണിമൂൺ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി പൂൾ വില്ലയാണ്. നമുക്ക് കാണാം ഇനി പൂൾ വില്ല. ഹൈവാ, ഇതാണ് ഗായ്സ് ഞാൻ പറഞ്ഞ ആ ഒരു പ്രൈവറ്റ് പൂൾ വില്ല വിത്ത് ലക്ഷറീസ് ആയിട്ടുള്ള ഒരു അടിപൊളി പ്രൈവറ്റ് പൂൾ വില്ലയാണ്. 27,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഫാമിലി കപ്പിൾസ് ആയിട്ട് ഹണിമൂണൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി പൂൾ വില്ല. ഇതിൻ്റെ ബെഡ് സെറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പ്രീമിയം കോട്ടേജിൻ്റെ അതേ ഒരു മോഡലിലാണ് ബെഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേസ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസാണ്. ഇവിടെ മിനി ബാർ, TV, കോംപ്ലിമെൻ്ററീസ്, സിറ്റിംഗ് ഉണ്ട്. ഇതിൻ്റെ ബാത്റൂമൊക്കെ ബാത്ത് ടബ് വരുന്നുണ്ട് കേട്ടോ, കണ്ടല്ലോ. ബാത്റൂം ഇതാണ്. ഇവിടെ ബാത്ത് ടബോട് കൂടിയിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂംസ് ആണ്. സോ അടിപൊളിയാണ്. ഇനി പൂൾ വില്ല കാണാം, നമുക്ക് പൂള് കാണാം. പൂൾ എന്ന് പറയുമ്പോൾ തന്നെ ഈ ബാൽക്കണിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ ഒരു പൂൾ വില്ല. അത്യാവശ്യം നല്ല പ്രൈവസിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ പറ്റിയ ഒരു റൊമാൻറ്റിക് പൂൾ വില്ല, അതും ലക്ഷറി. അടിപൊളിയാട്ടോ. നമുക്കിത് ഈ ബെഡ്റൂമിനോട് ചേർന്ന ഒരു ബാൽക്കണി ഉണ്ട് ഇവരുടെ, അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ പൂള്, ലേക്കിനോട് ചേർന്നിട്ട്. എവിടെ കിട്ടും ഈ ഒരു പ്രൈവസി? നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. അത്രയും മനോഹരമായിട്ടാണ് ഈ പൂൾ വില്ല. പൂൾ അത്യാവശ്യം വലിയ പൂള് തന്നെയാണ്, ഒരു കപ്പിൾസിനും ഫാമിലീസിനും ഒക്കെ. ഇപ്പോൾ ഫാമിലി ആയിട്ട് വന്നാലേ നിങ്ങൾക്ക് ഈ ഒരു പൂൾ വില്ലൊക്കെ ചൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ കപ്പിൾസിനാണ് കൂടുതൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു പൂൾ വില്ല. അതിൻ്റെ വ്യൂ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അടിപൊളിയാണ്, എന്താ പറയുക, സൂപ്പർ അടിപൊളി, രക്ഷയില്ല. അപ്പോൾ എന്തായാലും നിങ്ങളൊരു ഹണിമൂൺ പാക്കേജൊക്കെ സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് പറ്റിയിട്ടുള്ള വയനാട്ടിലെ ഏറ്റവും നല്ലൊരു പ്രീമിയം ലക്ഷറി ആയിട്ടുള്ള ഒരു പൂൾ വില്ലയാണ് ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100% വർത്ത് ഇറ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു പൂൾ വില്ല. ഇവരുടെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാം എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ. ഭയങ്കര രസമാണ് കാണാനായിട്ട്.
ഗായ്സ് നമ്മളിപ്പോൾ ലേക്ക് റോസിൻ്റെ ഒരു പ്രീമിയം കോട്ടേജിലാണ്. സോ ഇത് ഭയങ്കര നല്ലൊരു കപ്പിൾ ഫ്രണ്ട്ലി, ഇതിൻ്റെ ഡാമിൻ്റെ വ്യൂവിനോട് ചേർന്നിട്ടാണ് ഇതിൻ്റെ ഒരു ബാൽക്കണി അറേഞ്ച്മെൻറ്റ് വരുന്നത്. സോ അടിപൊളിയാട്ടോ, കണ്ടല്ലോ. ഹൈവാ, ഒരു കപ്പിൾസിന് ഇതിലും കൂടുതൽ ഇനി എന്ത് വേണം? നിങ്ങളിത് കണ്ടിട്ട് പറ. ഒരു കപ്പിൾസിന് ഹണിമൂണൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് കപ്പിൾസൊക്കെ ആയിട്ട് വരുന്ന ഫാമിലീസൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഇതിലും കൂടുതലൊരു അറേഞ്ച്മെൻറ്റ്സും ഡെക്കറേഷനും വേറെ ആവശ്യമില്ല അല്ലേ. അതും ബാൽക്കണി വ്യൂ എന്നുണ്ടെങ്കിൽ കിഡിലനാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രീമിയം കോട്ടേജിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നല്ല അടിപൊളി ഒരു സെറ്റിങ്സ് ആണ് ഈ റൂം. ഇതിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ കണ്ടില്ലേ, വുഡ് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോട്ടേജസ് ആണ്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ്, ക്ലാസ് ആണ് കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ സിറ്റിംഗ് ഇങ്ങനെ 2 ചെയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആ ഒരു ലേക്കിനോട് ചേർന്ന് ഇരുന്നുകൊണ്ട് ഫുഡൊക്കെ കഴിക്കാം. പിന്നെ ഈ ഒരു ബെഡിൻ്റെ ആ ഒരു ഇത് കണ്ടോ, അടിപൊളിയല്ലേ. കമോൺ 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 കമോൺ, കണ്ടല്ലോ. എന്താണ്, വേറെ തന്നെ ഒരു ലെവൽ എക്സ്പീരിയൻസ് ആണ് അല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു കോട്ടേജ്, ബാൽക്കണി ഇൻക്ലൂഡ് ആയിട്ട്. ഇത് ഭയങ്കര ലേക്കിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു കോട്ടേജ് കേട്ടോ. കിഡിലൻ കിഡിലൻ കിഡിലൻ, സൂപ്പർ സൂപ്പർ സൂപ്പർ, നോ വേർഡ്സ്, പറയാൻ വാക്കുകളില്ല ഗായ്സ്. പിന്നെ ഇതേ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഇവിടെ ചെയർ. എന്താണ്, ഇതിനും വലുത് ഇനി വേറെ എന്ത് വേണം നിങ്ങൾക്ക്? നല്ലൊരു ബാൽക്കണി, നല്ലൊരു ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള റൂം, ഭയങ്കര കാറ്റ്, വയനാടൻ കാറ്റ്. അയ്യവാ, ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ കോട്ടേജ്. കുറച്ച് കോസ്റ്റ്ലി ആണ് കേട്ടോ റൂം, കാരണം ഒരു പ്രീമിയം കോട്ടേജസ് ആണ്, അതിൻ്റേതായിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങളിവിടെ കപ്പിൾസൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ജക്കൂസി അല്ലെങ്കിൽ പ്രൈവറ്റ് പൂൾ വില്ല അല്ലെങ്കിൽ ഈ ഒരു കോട്ടേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇത് കപ്പിൾ ഫ്രണ്ട്ലി ആണ്. ഇതിൻ്റെ ബാൽക്കണി അതിമനോഹരമാണ് കേട്ടോ. അപ്പോൾ ദേ ഇവിടെ മണിയറ റെഡിയാണ് കേട്ടോ. ഇനി വേറെ ഒന്നും നോക്കണ്ട. കപ്പിൾസ് കമോൺ കമോൺ എവരിബഡി, കപ്പിൾസ്. എൻ്റെ കപ്പിൾസ് ആയിട്ടുള്ള വ്യൂവേഴ്സിനെ ഞാൻ വളരെ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ് ഈ ഒരു കോട്ടേജിലേക്ക്. കണ്ടല്ലോ, മണിയറ ഇവിടെ റെഡിയാണ് കേട്ടോ. ഇനി നിങ്ങൾ വന്നോളൂ, നിങ്ങളുടെ ഹണിമൂണൊക്കെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, നല്ല അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ആ ഒരു സെറ്റിങ്സ്. ഇങ്ങനെ വാ പൊളി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു കോട്ടേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഈ കോട്ടേജ് ഇഷ്ടപ്പെട്ടുള്ള ആളുകളൊക്കെ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് കുറച്ച് പ്രീമിയം കാറ്റഗറിയാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ ഒരിക്കലും ഇതിനെ കമ്പയർ ചെയ്യരുത്. അറൗണ്ട് ഒരു 9500 മുതലാണ് ഈ പ്രോപ്പർട്ടിയിലെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസ് കാറ്റഗറി കോട്ടേജുകളാണ് കേട്ടോ. പിന്നെ ഇവിടെ ജക്കൂസി, പൂൾ വില്ല, ലക്ഷറി കോട്ടേജ് വരുന്നുണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള കിഡ്സ് പ്ലേ ഏരിയ, സൈക്ലിങ്, ഇൻഡോർ ഗെയിംസ്, നല്ല ആയുർവേദിക് സ്പായുണ്ട്, ജിമ്മ് പ്രവർത്തിക്കുന്നുണ്ട്, നല്ല ഹെവി ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ട് നമുക്ക് 100% ഫാമിലി കപ്പിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള നല്ലൊരു പ്രീമിയം പ്രോപ്പർട്ടി അല്ലേ. നമ്മളെ ജീവിത തിരക്കുകൾക്കിടയിൽ നിന്ന് നമുക്ക് കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഒരു സ്പോട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സെറ്റ് ചെയ്തിട്ടുള്ളത്. മെയിൻലി ഇവിടുത്തെ ഒരു ലേക്ക് വ്യൂവിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. പൂളായാലും നല്ല കിഡിലൻ എക്സ്പീരിയൻസ് ആണ് ഗായ്സ്. അപ്പോൾ ഞാനിവിടെ 2ാമത്തെ തവണയാണ് വിസിറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കണ്ടത് ലേക്ക് റോസിൽ വന്ന് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടുത്തെ ബുക്കിങ്ങിനും എൻക്വയറീസിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ താഴെ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. വീഡിയോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് നല്ലൊരു ബെസ്റ്റ് ഓഫേഴ്സൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വരിക. ഇവിടെ വീഡിയോ കണ്ട് സ്റ്റേ ചെയ്തിട്ടുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്. അവരെ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇവിടുത്തെ കോട്ടേജുകളും പൂൾ വില്ലൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യുക എല്ലാവരും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ എല്ലാവരും
ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. മുന്നോട്ടുള്ള ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. ഞാൻ സൈദു.